ട്രെയിൻ സ്വിച്ച് 1943 നാസി സൈന്യം ഇറ്റലിയിൽ പിടിമുറുക്കിയപ്പോൾ ജൂതകുടുംബങ്ങളെ വളഞ്ഞിട്ട് ഓഷ്വിറ്റ്സിലേക്കുള്ള കന്നുകാലി കാറുകളിൽ നിറച്ചു. അവരുടെ കൂട്ടത്തിൽ ലേവി കുടുംബവും ഉണ്ടായിരുന്നു. മാതാപിതാക്കളായ മിറിയവും സാമുവലും അവരുടെ 2 കൊച്ചുകുട്ടികളായ ലൂക്കയും അന്നയും. റോമിനടുത്തുള്ള ഒരു സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിൽ കയറാൻ നിർബന്ധിതരായ അവർ എണ്ണമറ്റ മറ്റുള്ളവരെപ്പോലെ തങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് വിശ്വസിച്ചു. അവരറിയാതെ ധീരനായ ഒരു റെയിൽവേ തൊഴിലാളിയായ ജിയോവാനി റോസി നാസികൾക്കെതിരെ രഹസ്യമായി പ്രവർത്തിക്കുകയായിരുന്നു. നാടുകടത്തപ്പെട്ട ജൂതന്മാരെ കാത്തിരിക്കുന്ന ഭീകരതയെക്കുറിച്ച് ബോധവാനായ ജിയോവാനി ട്രെയിൻ ഷെഡ്യൂളുകൾ പഠിക്കുകയും ഗതാഗത റൂട്ടുകൾ നിരീക്ഷിക്കുകയും ചെയ്തു. അന്നു രാത്രി അവൻ ഒരു അവസരം കണ്ടു. കനത്ത കാവലുള്ള ട്രെയിൻ പുറപ്പെടൽ കാത്ത് ട്രാക്കിൽ ഇരിക്കുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ ജിയോവാനി സ്വിച്ച് യാർഡിലേക്ക് നുഴഞ്ഞുകയറി. സൂക്ഷ്മമായ കൃത്യതയോടെ അദ്ദേഹം പാളങ്ങൾ സ്വമേധയാ വഴിതിരിച്ചുവിട്ടു. ഓഷ്വിറ്റ്സിലേക്ക് നയിക്കുന്ന മെയിനിൽ നിന്ന് മാറി ഒരു ഇതര റൂട്ടിലേക്ക് ട്രെയിൻ അയച്ചു. നാസി ഉദ്യോഗസ്ഥർ പെട്ടെന്ന് മാറ്റം ശ്രദ്ധിക്കില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അദ്ദേഹം സിഗ്നൽ ലൈറ്റുകളിൽ കൃത്രിമം കാണിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ഇറ്റാലിയൻ ഗ്രാമപ്രദേശത്തേക്ക് പോകുന്ന ട്രെയിൻ ഒരു ഒറ്റപ്പെട്ട റെയിൽവേ ജംഗ്ഷനിൽ നിർത്തി. നാസി ഗാർഡുകൾ തങ്ങൾ ഗതി തെറ്റിയതായി തിരിച്ചറിഞ്ഞപ്പോൾ ആശയക്കുഴപ്പം പൊട്ടിപ്പുറപ്പെട്ടു. അരാജകത്വം മുതലെടുത്ത് ജിയോവാനി രഹസ്യമായി മുന്നറിയിപ്പ് നൽകിയ അനുഭാവികളായ നാട്ടുകാരും പ്രതിരോധ പോരാളികളും ട്രെയിനിന്റെ വാതിലുകൾ തുറന്നു. ലേവി കുടുംബം ഉൾപ്പെടെ ഡസൻ കണക്കിന് യഹൂദ തടവുകാർ ഇടതൂർന്ന വനങ്ങളിലേക്ക് പലായനം ചെയ്തു. ലേവി കുടുംബം ഇറ്റാലിയൻ പക്ഷപാതികളുടെ സഹായത്തോടെ പർവ്വതങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. 1945 ഇറ്റലി മോചിപ്പിക്കപ്പെട്ടതിനുശേഷം അവർ ഒളിവിൽ നിന്ന് പുറത്തുകടന്നു. ജിയോവാനിയുടെ നിസ്വാർത്ഥ പ്രവൃത്തിയോട് എന്നേക്കും കടപ്പെട്ടിരിക്കുന്നു. ജിയോവാനി ഒരിക്കലും അംഗീകാരം തേടിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ധീരത ആ രാത്രിയിൽ നിരവധി ജീവൻ രക്ഷിച്ചു. ചെറുത്തുനിൽപ്പിന്റെ ചെറിയ പ്രവർത്തനങ്ങൾ പോലും ഒരു വലിയ മാറ്റമുണ്ടാക്കുമെന്ന് തെളിയിച്ചു.